ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഷാനോ സ്റ്റോക്സ്. തംബ്നെയിലിൽ കാണിച്ച കണക്ക് വാഴ 2ന്റെ എൻ്റെ ഒരു റിവ്യൂ ആൻഡ് സംഭവം പറയാൻ വന്നതാണ്. അതിനോ ഒട്ടുമിക്ക ആൾക്കാരെല്ലാവരും കണ്ടു കാണും. ഞാൻ ഭയങ്കര ലേറ്റായിട്ടാണ് സിനിമ കണ്ടത്, അതുകൊണ്ടാണ് എൻ്റെ ഈ ഒരു റിവ്യൂ ലേറ്റ് ആവുന്നത്. ആൻഡ് എല്ലാ ആൾക്കാരും ഏകദേശം എല്ലാവരും കണ്ടു എന്നുള്ളൊരു സ്ഥിതിക്ക് എനിക്ക് ധൈര്യമായിട്ട് സ്പോയിലർ പറയാം. സോ ഈ വീഡിയോ ഒരു സ്പോയിലർ പ്ലസ് റിവ്യൂ വീഡിയോ ആയിരിക്കും. സോ അത് കാണും. ചില സീൻസിനെ കുറിച്ച് ഞാൻ സംസാരിക്കും. അപ്പോൾ സിനിമ കാണാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സിനിമ കണ്ടതിന് ശേഷം വന്ന് കാണുക. ഇതുവരെ കണ്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് പോവുക. സിനിമ കണ്ടവർ മാത്രം വന്ന് കണ്ടാൽ മതി ഈ വീഡിയോ. എൻ്റെ റിവ്യൂ കുറച്ച് സീൻസ് ഒക്കെ എടുത്ത് വെച്ച് എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് ഒരു സ്പോയിലർ പ്ലസ് റിവ്യൂ ആയിട്ട് ഈ വീഡിയോ കാണുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ വാഴ 2 ഏപ്രിൽ 2 റിലീസായ പടം. ഞാൻ ഇന്ന് ഏപ്രിൽ 13 പോയി കണ്ടത്. കാരണം കുറച്ച് തിരക്കും കാര്യങ്ങളും അത്യാവശ്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ സെക്കൻഡ് ഡേ തേർഡ് ഡേ എനിക്ക് സിനിമ കാണാൻ പറ്റിയില്ല. ഏപ്രിൽ 2 ഇറങ്ങിയ പടം ഇന്ന് ഏപ്രിൽ 13, അതായത് 11 ദിവസം, 11ാമത്തെ ദിവസമാണ് ഞാൻ പടം പോയി കണ്ടത്. രാവിലെ എണീക്കും. 9 മണിക്കത്തെ ഷോയ്ക്കൊന്നും പോകാൻ പറ്റില്ല, കാരണം താമസിച്ച് 10 മണിക്കൊക്കെയാണ് എണീച്ചത്. 2 മണിക്ക് നോക്കി, ടിക്കറ്റ് കിട്ടാനില്ല. 2:30 നോക്കി, 2:45 നോക്കി, ലാസ്റ്റ് 3 മണിക്ക് ഉള്ള ഷോയ്ക്ക് മാത്രം ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കംഫർട്ടായിട്ട് തോന്നിയ പൊസിഷനിൽ കുറച്ച് സീറ്റ് കിട്ടി. 2 സീറ്റ് ബുക്ക് ചെയ്ത് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ പോയി കണ്ടു. ഇത് പടം എവിടെയത്? നമ്മളെ ടിക്കറ്റ് 150 രൂപയായിരുന്നു. 150 രൂപ മുതലാക്കി. റീസെന്റ് ആയിട്ട് കണ്ട പടങ്ങളെ ഇത്ര സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഭയങ്കര ഓവർ കോമഡി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഫീൽ ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ ഏജിലുള്ള ടീനേജേഴ്സ് അല്ലെങ്കിൽ ഒരു യങ് ഏജിലുള്ള ആൾക്കാർക്കെല്ലാം നല്ല റിലേറ്റബിൾ ആയിട്ടുള്ള കോമഡിയും സിറ്റുവേഷൻസും കൊണ്ടുവന്ന് ഫസ്റ്റ് ഹാഫ് നല്ല പൊളിച്ചടുക്കി വെച്ചൊരു പടം. ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ഒട്ടുമിക്ക പയ്യന്മാരുടെ ഒരു സ്കൂൾ ലൈഫ് കാര്യങ്ങളായിട്ട് ഈ ഒരു നൊസ്റ്റാൾജിക് സാധനങ്ങളൊക്കെ കൊണ്ട് തരുന്ന രീതിയിലുള്ള നല്ല റിലേറ്റബിൾ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ കൊണ്ടും കോമഡികൾ കൊണ്ടും ഒരു സ്കൂൾ പ്രണയം, സ്കൂളിലൊക്കെ കാണിക്കുന്ന പിള്ളേരുടെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുടെ ഒക്കെ കൊച്ചു കുരുത്തക്കേടും കാര്യങ്ങളും, കുറച്ച് മരടാൻ സാറന്മാരൊക്കെ എല്ലാ സ്ഥലത്തും കാണുമല്ലോ. വിജയ് ബാബു പുള്ളിയുടെ പുള്ളി ഒരു വിറപ്പിക്കുന്ന സാറായിട്ട് കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടിരിക്കുന്ന നമുക്ക് തോന്നും ഇവന് 2 കൊടുക്കണം, കൊടറാടിന്ന് നമ്മൾ വിളിച്ചു പറയും. അങ്ങനത്തെ ഒരു വിറപ്പിക്കൽ സാവിന്റെ ഒരു ക്യാരക്ടർ വിജയ് ബാബു നല്ല ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുട്ടികളെ നന്മ കൊണ്ടും സ്നേഹം കൊണ്ടും കുട്ടികളുടെ സൈഡ് നിൽക്കുന്ന ഒരു സാറായിട്ട് അജു വർഗീസ് നല്ല പൊളിച്ചടുക്കി ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് അങ്ങനെ കോമഡി കാര്യങ്ങളായിട്ട് പോകുമ്പോൾ സെക്കൻഡ് ഹാഫ് മൊത്തം ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ ആണ്. പിന്നെ ഈ സിനിമയിൽ നമുക്ക് എടുത്ത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയ്സിന് ദ ബയോപിക് ഓഫ് മില്യൺ ബ്രോസ് എന്ന് പറയുമല്ലോ, എല്ലാ ബ്രോസിനെയും കാണിക്കുന്നുണ്ട്. അതായത് ചേട്ടനുള്ളൊരു പയ്യൻ, അനിയനുള്ളൊരു പയ്യൻ, അനിയത്തിയുള്ളൊരു പയ്യൻ, സിംഗിൾ ചൈൽഡ്, ഒറ്റ മോൻ. ഈ 4 കാറ്റഗറി അവർ ഈ 4 പേരിലായിട്ട് പ്ലേസ് ചെയ്ത് അത് നല്ല വൃത്തിയാ കാണുന്ന എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഹാഷിറിന്റെ ക്യാരക്ടറിന്റെ അനിയനാണ് ശബരി. അപ്പൊ ഹാഷിർ അനിയനുള്ള ക്യാരക്ടർ, അലന്റെ ക്യാരക്ടറിന് ഒരു അനിയത്തിയാണ്. അപ്പോൾ അനിയത്തിയുള്ള ഒരു ചേട്ടൻ എന്നുള്ള രീതിയിൽ ക്യാരക്ടർ. വിനായക് ഒരു സിംഗിൾ കിഡാണ്, സിബ്ലിങ്സ് ഒന്നും ഇല്ലാത്ത ഒരു കിഡ്, ഒരു പയ്യൻ. പിന്നെ വരുന്നത് അജിനൊരു ചേട്ടനാണ്, അതായത് ഒരു യങ് ചൈൽഡിന്റെ വെർഷൻ. അപ്പോൾ ഈ സിനിമ കാണുന്ന എല്ലാവർക്കും ചേട്ടനുള്ളവർക്ക് അജിന്റെ ഒരു പെർസ്പെക്റ്റീവ് കണക്ട് ആവും, സിംഗിൾ സൈഡിൽ വിനായകന്റെ ഒരു പെർസ്പെക്റ്റീവ് കണക്ട് ആവും, അനിയനുള്ളവർക്ക് ഹാഷിറിൻ്റെത്, അനിയത്തിയുള്ളവർക്ക് അലൻ്റെത്, അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ എല്ലാ കാറ്റഗറിയിലുള്ള പയ്യന്മാർക്കും ഒരു ബ്രദർഹുഡ് അല്ലെങ്കിൽ ഒരു സിബ്ലിംഗ് ബോണ്ടിന്റെ സംഭവം, സിബ്ലിങ്സ് ഇല്ലാത്തതായിക്കോട്ടെ സിബ്ലിങ്സ് ഉള്ളതായിക്കോട്ടെ, എല്ലാ കാറ്റഗറിയിലുള്ള പയ്യന്മാർക്കും ഈ ഒരു സിനിമയിലെ എല്ലാ സാധനവും നല്ല കിട്ടിലായിട്ട് വർക്കാവും. പിന്നെ നമ്മുടെ അൽഫോൺസ് പുത്രൻ, വാഴ 1 ബേസിൽ ജോസഫ് ആയിരുന്നുണ്ടെങ്കിൽ വാഴ 2 അൽഫോൺസ് പുത്രനാണ് ഒരു പോലീസ് വേഷം ചെയ്യുന്നത്. പുള്ളി അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അധികം ഒന്നും കാണാൻ പറ്റാത്ത ഒരു പോലീസ് സാറന്മാരുടെ ഒരു ലെവൽ സാധനം പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നല്ല സൂപ്പർ ആയിട്ടുള്ള സാധനമായിരുന്നു. സെക്കൻഡ് ഹാഫ് മൊത്തം ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ ആണ്. കാരണം നമുക്ക് വിഷമം വരും, എന്നാൽ അതിന്റെ കൂട്ടത്തിൽ അവരവരുടേതായ കുറച്ച് കോമഡി സാധനങ്ങളൊക്കെ ഇടും. മെയിനായിട്ട് ഹാഷിറിന്റെ റീൽസിലുള്ള സ്വാഗ് പരിപാടി, മറ്റേ മൂടിയൊക്കെ ഇങ്ങനെ ആക്കുന്ന സാധനം, ഈ സാധനങ്ങളൊക്കെ
ആ സിനിമയിൽ നല്ല പോലെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് ബേസിൽ വിനായകും അലനും ഹാഷറുണ്ട്, എന്നാലും അജിനെയും ഹാഷറിനെ കാട്ടിയും ഒരു പടി മുകളിൽ വിനായകും അലനും നല്ല കസറി നിൽക്കുന്നുണ്ട്. നല്ല കിട്ടില്ല പെർഫോമൻസ്, ഒന്നും പറയാനില്ല. ഫൈറ്റ് സീൻസ് ആയിക്കോട്ടെ, എക്സ്പ്രഷൻസ് ആയിക്കോട്ടെ, അലന്റെയും വിനായകന്റെയും സാധനം ബെസ്റ്റ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിനായക് ഒരു സിംഗിൾ ചൈൽഡായിട്ട്, സിബ്ലിങ്സ് ഒന്നും ഇല്ലാത്ത സിംഗിൾ പയ്യനായിട്ട്, ഒറ്റ മോനായിട്ടാണ് കാണിക്കുന്നത്. അപ്പോ ഫാദർ സൺ ബോണ്ട്, അച്ഛൻ മകൻ ബോണ്ട്, അത് ഒരു രക്ഷയില്ല. ആൻഡ് പിന്നെ അവര് പുറത്തോട്ടൊക്കെ പോകുന്ന ഒരു കുറച്ച് സീനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവര് മാറിപ്പോകുന്ന അല്ലെങ്കിൽ പിരിഞ്ഞു പോകേണ്ട ഒരു സിറ്റുവേഷൻസും കാര്യങ്ങളും ഒക്കെ സെക്കൻഡ് ഹാഫിൽ വരുന്ന സമയത്ത് ആക്ച്വലി ഐ മിസ്ഡ് മൈ ഫ്രണ്ട് മുഹമ്മദ്. ജപ്പാൻ മുന്നേ നിന്നെ ഞാൻ അവിടെ മിസ് ചെയ്തിരുന്നു. നിനക്ക് വിനായകൻ എന്ന് പറഞ്ഞ വിനായകന്റെ ക്യാരക്ടർ നിനക്ക് നല്ല പക്ക, നിനക്ക് റിലേറ്റബിൾ ആവും. നീ ഇരുന്ന് കാണാൻ, നീ കണ്ടിരുന്ന് മോങ്ങണം. നിനക്ക് അവിടെ തിയേറ്ററിൽ പോയി കാണാൻ പറ്റില്ലെന്നറിയാം, OTT കണ്ടിട്ട് നീ ഇരുന്ന് മോങ്ങിക്കൊള്ളണം. നിന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത്. എനിക്ക് അവനെ ആ ഒരു ക്യാരക്ടർ കണ്ടപ്പോൾ നിന്നെയാണ് എനിക്ക് ഓർമ്മ വന്ന. പെട്ടെന്ന് നീ കാണുമ്പോൾ നിനക്കത് മനസ്സിലാവില്ല. പിന്നെ എനിക്ക് കൂടുതൽ റിലേറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് വെച്ചാൽ ഓഫ്കോഴ്സ് ഹാഷറിന്റെ ക്യാരക്ടറാണ്. കാരണം ഞാനിപ്പോൾ ഹാഷർ സിനിമയുടെ ക്ലൈമാക്സിൽ വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ വന്നിരിക്കുക, പെണ്ണില്ല, കൂട്ടാറില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ എങ്ങനെ വന്ന് നിൽക്കണോണ്ട് എനിക്ക് ഹാഷറിന്റെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് റിലേറ്റ് ആയി, ഭയങ്കരമായിട്ട്. പിന്നെ ബ്രദേഴ്സ് സിബ്ലിങ്സ് തമ്മിലുള്ള ഒരു ഉടക്കം കാര്യങ്ങളും റീസെന്റ് ആയിട്ട് ഞാനിവിടെ കഴിഞ്ഞതേ ഉള്ളൂ, എൻ്റെ വീട്ടിൽ, എൻ്റെ ലൈഫിൽ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ എനിക്ക് അവർ തമ്മിലുള്ള ആ വഴക്കും കാര്യങ്ങളും, ശബരിയും ഹാഷറും തമ്മിലുള്ള വഴക്ക് സീനൊക്കെ എനിക്ക് നല്ലപോലെ റിലേറ്റ് ആയി. നീ ആദ്യം നന്നാവ്, പിന്നെ എന്നെ ഉപദേശിക്കുക എന്നൊക്കെ പറയുന്നത്. പിന്നെ ലാസ്റ്റ് എനിക്ക് നിന്നെക്കാട്ടി നല്ല പയ്യനെ കിട്ടും, അത്. പിന്നെ കൂട്ടുകാർ ആരും കൂടെ ഇല്ലാത്തൊരു സിറ്റുവേഷൻസ്, ഇതൊക്കെ എനിക്ക് ഇപ്പൊ നല്ലപോലെ അടിച്ചു നിൽക്കുന്ന ഒരു, എന്റെ ലൈഫിൽ കൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് എനിക്ക് നല്ല കിട്ടിലായിട്ട് അത് റിലേറ്റ് ആയി. കണ്ടപ്പോൾ എനിക്ക് എന്നെ തന്നെ ഹർഷറിൽ കാണാൻ പറ്റി. പിന്നെ അടുത്തതായിട്ട് എടുത്തു പറയാനുള്ള പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അല്ലമീൻ ആൻഡ് ടീംസ്, മറ്റേ കുഡൂസ് വൈൻസ്. ഓൾറെഡി അല്ലമീൻ അവരുടെ ടീമൊക്കെ പല സിനിമയിലായിട്ട് അഭിനയിച്ച് തുടങ്ങി, സിനിമ ഇൻഡസ്ട്രിയിലോട്ട്, സിനിമ ഫീൽഡിലോട്ട് അവർ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് അവരെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം എന്ത് റോളും അവിടെയൊക്കെ പോകൂടെ, അല്ലമീൻ്റെ ഒക്കെ സൈഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് റോളും പോവും. ഓൾസം ഓൾസം പക്ക എക്സ്പെക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാസ്റ്റിംഗും എല്ലാം അടിപൊളി കാസ്റ്റിംഗ് ഒക്കെ ആയിരുന്നു. 2 മണിക്കൂർ 47 മിനിറ്റ് പടവും ചുമ്മാ പോയി. ഒരു 150 രൂപ ടിക്കറ്റ് എടുത്ത് പോയിരുന്ന് കണ്ടത്, 160 രൂപ ടിക്കറ്റ് എടുത്ത് പോയി കണ്ടത് പൈസ മുതലായെന്ന് തന്നെ പറയാം. കാരണം കണ്ടിറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. പിന്നെ ക്ലൈമാക്സിന്റെ സമയത്ത് കൊണ്ടുവച്ചേക്കുന്നൊരു സാധനമുണ്ട്. അതിനെ സിനിമ കാണുന്നതിന് മുമ്പ് എപ്പോഴും സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ റീലിൽ കണ്ടായിരുന്നേ, ആ ഒരു ഒറ്റ സീൻ കാണണമെന്ന് എനിക്ക് ഇന്നെങ്കിലും പോയി കാണണം എന്നുള്ള ഒരു ഇതിൽ ഞാൻ തുള്ളി ഞാൻ പോയതിനെ കണ്ടതിൽ വെച്ച് എനിക്ക് നെഗ് ഒന്നും പറയാനില്ലാത്തൊരു സിനിമ. ഇതുവരെ കണ്ടതിൽ ഒരു നെഗ് പോലും ഞാൻ പറയാത്ത ഒരു സിനിമയിലൊന്നാണ് വാഴ. ഹാഷറിന് എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ആവുമെന്ന് പറഞ്ഞതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ സിനിമ കാണാൻ, ഈ സിനിമ റിലീസായതിൻ്റെ അന്ന് തൊട്ട് ഞാൻ ഓരോരുത്തട്ടത്ത് കാണാൻ പോവാം, വാളിയ എന്ന് പറഞ്ഞ് പല മക്കളെ ഞാൻ വിളിച്ചു. ആരും അതിൽ ഒറ്റയ്ക്ക് പോയി കാണാനുള്ളൊരു മടിയുണ്ട്. കാരണം ഇതേപോലുള്ള ഒരു പടങ്ങൾ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിനെയൊക്കെ കുറിച്ച് കാണിക്കുന്ന ഒരു പടം ആയതുകൊണ്ട് ഒറ്റയ്ക്ക് പോയി കാണുന്നത് ശരിയല്ലല്ലോ എന്ന് വിളിച്ചു. ഒരു പട്ടിയൊന്നും വന്നില്ല. അങ്ങനെ ഇന്നാണ് എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട്. ഞാനായിട്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും വലിയ അത്ര ക്ലോസ് ഒന്നും അല്ലായിരുന്നു, ജസ്റ്റ് ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ അവനെ വിളിച്ച്, അവൻ ഫ്രീ ആയിരുന്നു, അവൻ വന്നു. ഞാൻ അവനും കൂടെ പോയാണ് സിനിമ കണ്ടത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഹാഷിമിന്റെ ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം അടുത്ത കൂട്ടുകാരായിട്ട് കണ്ട പലവന്മാരൊന്നും ഇപ്പൊ കൂടെ ഇല്ല, ആരും ഇല്ല. നമ്മള് കൂടെ നടന്ന് ചിരിക്കണന്മാരും തെളിക്കണന്മാരും അവന്മാരെ കാര്യം കഴിഞ്ഞൊക്കെ പോകും. ലാസ്റ്റ് ഒറ്റയ്ക്ക് വന്ന കാര്യം നമ്മൾ മാത്രമേ കാണുള്ളൂ എന്നുള്ളൊരു സാധനം എനിക്ക് ഈ ഒരു സിനിമ കണ്ട് എനിക്ക് എല്ലാം കൊണ്ട് ഈ ഒരു സിനിമയിൽ ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള സാധനം വരുന്നു. അതുകൊണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു സിനിമ കാണാൻ പോകാൻ പോലും ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ കൂടെ വരാൻ ഒരു മനുഷ്യരില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ
ഈ 10 ദിവസം 11 ദിവസം വരെ ഈ സിനിമ കാണാൻ എങ്ങനെ നീണ്ടുകൊണ്ട് പോയത്. ഇന്ന് പിന്നെ ആരും ഇല്ലായിരുന്നെങ്കിൽ ഒറ്റയ്ക്കെങ്കിലും പോയി കണ്ടേനെ. പിന്നെ എനിക്ക് എന്തൊരു പറയാടെ, ഭയങ്കരമായിട്ട് റിലേറ്റ് അടിച്ച് നിൽക്കുകയാണ് ഈ പടം. വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷമമായിട്ട്, കാരണം ശീലമായി, അതുകൊണ്ട് വലിയ വിഷമമൊന്നുമില്ല. പക്ഷെ റിലേറ്റബിൾ ആണ് ഈ പടം. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഗോ മസ്റ്റ് വാച്ച് ഫിലിം ഫോർ എ മാൻ, ഫോർ എ ബോയ്. നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളുടെ പലരുടെയും ലൈഫാണ് ഈ സിനിമ. കാണണം, കണ്ടേ പറ്റൂ, കണ്ടിരിക്കണം ഈ സിനിമ. കാരണം ആ ഒരു ടീം ആൻഡ് ക്രൂ അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്, ഇത്രത്തോളം ഇത് പ്രേക്ഷകർക്ക് ജനപ്രിയമാക്കി മാറ്റാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ടൈപ്പ് ബോയ്സിനെയും ഈ 4 പേരിലായിട്ട് അവർ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ ടൈപ്പ് ഓഫ് പാരൻസിനെയും ഈ 4 പേരുടെയും പാരൻസിലായിട്ട് അവർ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ എല്ലാരെയും പോലെ തന്നെ നെഗ് പറയാനില്ലാത്ത വൺ അനദർ ഗ്രേറ്റ് മൂവി ആണ് വാഴ 2. ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ ഗോ വാച്ച് ഇറ്റ്. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് ഫിലിം. അപ്പൊ ഇത്രേ ഉള്ളൂ എൻ്റെ ഒരു റിവ്യൂ. കുറച്ചൊക്കെ സ്പോയിലർ സീൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. സിനിമ കാണാത്തവരാരും വന്ന് റിവ്യൂ കാണരുത്. സൈനിങ് ഓഫ് ഷാനസ് ടോക്സ്. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ബൈ.